ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 45:5 എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. യെസ്, ഫസ്റ്റ് യു ഡിസൈഡ് വെയർ ടു ഗോ, ദെൻ യു ഡിസൈഡ് ഹൗ ടു റീച്ച് ദർ. നിങ്ങൾക്കും ജോസഫിനെ പോലെ ഒരു സ്വപ്നമുണ്ടായിരിക്കട്ടെ. പിന്നീട് ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കാമെന്ന് നാം തീരുമാനിക്കുക. ദൈവത്തിന് ജോസഫിനെ കുറിച്ച് വലിയൊരു പ്ലാനും പദ്ധതിയും സ്വപ്നവും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ദൈവം അവൻ്റെ ജീവിതത്തിൽ ഏറെ സഹനങ്ങൾ അനുവദിക്കുന്നുണ്ട്. തൻ്റെ സ്വന്തം സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറ്റിൽ ഉന്തിയിടുന്നുണ്ട്. ഈജിപ്തുകാർക്ക് അടിമയായി വിൽക്കപ്പെടുന്നുണ്ട്. പൊത്തിഫറിൻ്റെ ഭാര്യ മൂലം തടവുകാരനായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നുണ്ട്. അവിടെയൊന്നും ജോസഫ് പതറുന്നില്ല. കാരണം ശക്തരായ മനുഷ്യരെപ്പോഴും സഹനങ്ങളെ നിശബ്ദമായി ഏറ്റെടുക്കും. യെസ്, കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിരന്തരമായി പ്രയത്നിക്കുന്നവൻ വിജയത്തിലെത്തുക തന്നെ ചെയ്യും. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ജോസഫിനെ പോലെ സഹനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നിശബ്ദമായി ശക്തമായി നേരിടാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ, സഹായിക്കണമേ. ആമേൻ.